വിദേശത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്കുള്ള മടക്കത്തിൽ വളർത്തു മൃഗങ്ങളെയും കൂടെ കൂട്ടിയ ഒരു യുവാവിന്റെ കഥ. ഒന്നും രണ്ടും അല്ല കേട്ടോ, തന്റെ പ്രിയപ്പെട്ട 5 വളർത്തുമൃഗങ്ങളെയാണ് മലപ്പുറം സ്വദേശിയായ ബിനോജ് ഫ്ലൈറ്റിൽ വഴി നാട്ടിലേക്ക് എത്തിച്ചത്. നാട്ടിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുമായി മുന്നോട്ടു പോകാമെന്ന ഉദ്ദേശത്തിലാണ് മലപ്പുറം സ്വദേശി ബിനോജ് ഇന്തോനേഷ്യ വിടാൻ തീരുമാനിച്ചത്. പക്ഷേ ഓമനിച്ചു വളർത്തിയ മൃഗങ്ങളെ ഉപേക്ഷിച്ചു പോരാൻ മനസ്സ് വന്നില്ല. ഒടുവിൽ ബിനോജിനും ഭാര്യ ഋതികയ്ക്കുമൊപ്പം 5 പെട്ടികളിലായി അവരും പറന്നു. പ്രത്യേക അനുമതിയോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു വളർത്തുമൃഗങ്ങളുടെ യാത്ര. അങ്ങനെ മലേഷ്യൻ എയർലൈൻസിൽ ബിനോജിനും ഭാര്യയ്ക്കുമൊപ്പം അവർ ഒരുമിച്ച് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി. ട്വിക്സ്, ഷാലി എന്ന വിളിപ്പേരുള്ള നായ്ക്കളും ബെല്ല, മില്ലി, ഉനോ എന്നു പേരുള്ള പൂച്ചകളും. ഇവർ ആരെയും ബിനോജ് പണം നൽകി വാങ്ങിയതല്ല, പലപ്പോഴായി ദത്തെടുത്തതാണ്. അവർ തരുന്ന സ്നേഹത്തെ പണം കൊണ്ടളക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മൃഗങ്ങളെ നാട്ടിലെത്തിക്കാൻ ചെലവായ പണത്തിന്റെ കണക്കും വയ്ക്കുന്നില്ല ബിനോജ്. ഒരാളെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് പൂച്ച, ഓറഞ്ച് പൂച്ച വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഡോഗ്സ് 2 പേരും നമ്മുടെ നെയ്ബേഴ്സിന്റെ ഡോഗ്സ് ആയിരുന്നു. അവരിതേപോലെ റീലൊക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ഇവരെ നോക്കാൻ ആളില്ലാതെയായി. അവര് നമ്മളെ കൂടെ കൂടി. അപ്പൊ ഇനി വീണ്ടും അതേപോലെ വിട്ടിട്ട് പോകാൻ താല്പര്യമില്ലാത്ത കാരണം അവരെ കൊണ്ട് ഇങ്ങോട്ട് പോകും. അല്ലാതെ നമുക്ക് വേറെ നിയമ തടസ്സങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. എല്ലാ പേപ്പർ വർക്ക് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാലും ജസ്റ്റ് അവർ ഇനീഷ്യലി പെറ്റ്സിനെ ഒന്ന് ചെക്ക് ചെയ്യും, ഹെൽത്ത് എല്ലാം ഓക്കെ ആണല്ലോ എന്നറിയാനായിട്ട്. അതായത് ഡിസീസുകളൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ എന്ന് ഉറപ്പാക്കാനായിട്ട്. ചിലവ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ അത് ചിലവ് കൂടുതലാണോ കുറവാണെന്നൊക്കെ നമുക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിലവ് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി യാത്രികർക്കൊപ്പം ഇതിനു മുൻപും വളർത്തുമൃഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു യാത്രികൻ ഇത്രയും പേരുമായി വരുന്നത് ഇത് ആദ്യമാണ്. കേരളത്തിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു വരികയാണ് മലപ്പുറത്തെ വീട്ടിൽ അവർ 5 പേരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. വിഷ്ണു, ഈ നാടൊക്കെ ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിച്ച് അവിടെ നിന്ന് ഫ്ലൈറ്റ് മാർഗമാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ഈ വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിച്ച് പോരേണ്ടി വരുമെന്നുള്ളതാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാകും അവരുടെ ഓരോ ഓമന മൃഗങ്ങൾ. അപ്പൊ അതിനെ ഉപേക്ഷിച്ച് പോരുക എന്ന് പറയുമ്പോൾ അത്രയേറെ വേദനയുള്ള കാര്യമാണ്. എന്തായാലും കുറച്ച് പണം മുടക്കിയിട്ടാണെങ്കിലും ഫ്ലൈറ്റ് വഴി ഓമന മൃഗങ്ങളെ കൂടി നാട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. ആ ഒരു സംവിധാനം എന്തായാലും ഇവർക്ക് ഗുണപ്പെട്ടു അല്ലേ? 2024 മുതലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവരുടെ വളർത്തുമൃഗങ്ങളെ വിദേശത്ത് നിന്ന് വിമാനമാർഗം കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഒരുങ്ങുന്നത്. അനിമൽ ക്വാറന്റൈൻ സർട്ടിഫിക്കേഷൻ സർവീസ് എന്ന പേരിലാണ് അത് ആരംഭിക്കുന്നത്. അതിനുശേഷം നിരവധി ആളുകൾ അവരുടെ ഓമന മൃഗങ്ങളെയൊക്കെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി തന്നെ 5ഓളം വരുന്ന 5 വളർത്തുമൃഗങ്ങളെ വിദേശത്ത് നിന്നും കൊണ്ടുവരുന്നത്. ബിനോജ് വർഷങ്ങളായി ഇന്തോനേഷ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നും അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് വരുമ്പോൾ തൻ്റെ ഒപ്പമുള്ള വളർത്തുമൃഗങ്ങളെയും അദ്ദേഹം കൂടെ കൂട്ടുകയായിരുന്നു. ഇതിൽ ഏറ്റവും ആകർഷകമായി തോന്നിയത് അദ്ദേഹം ഈ ഒരു പൂച്ചകളെയും അതുപോലെ തന്നെ നായ്ക്കളെയും ഒന്നും പൈസ കൊടുത്തു വാങ്ങിയതല്ല. അത് പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നവയാണ്. അതിൽ തന്നെ ആദ്യത്തെ 2 പൂച്ചകൾ, ഒരു ബെല്ല, മില്ലി എന്നു പേരുള്ള പൂച്ച ഹോങ്കോങ് മുതലേ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളതാണ്. അപ്പോൾ ആദ്യം ഹോങ്കോങ്ങിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഇതിന്റെ ഇടയിലുണ്ട്. കാരണം ഹോങ്കോങ്ങിൽ നിന്ന് ഡയറക്റ്റ് ഇന്തോനേഷ്യയിലോട്ട് ഇങ്ങനെ മൃഗങ്ങളെ കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതിനിടയിൽ മറ്റൊരു രാജ്യത്ത് പോയി ഇതിനുവേണ്ടി മാത്രം അദ്ദേഹത്തിന് വരാമായിരുന്നെങ്കിൽ നേരെ വന്നാൽ മതിയായിരുന്നു. പക്ഷേ മൃഗങ്ങളെ കൂടി ഒപ്പം കൂട്ടണം എന്നുള്ളത് കൊണ്ട് ഹോങ്കോങ്ങിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി അവിടെ നിന്ന് വീണ്ടും ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിലേക്ക് ജോലി അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് വരാൻ ഒരു പ്ലാൻ ഇടുമ്പോൾ അദ്ദേഹം ആ വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൂട്ടി. ഈ മില്ലിയും ബെല്ലയും ഉണ്ട്, പിന്നെ ഉനോ എന്ന് പറയുന്ന ഒരു പൂച്ചയുണ്ട്. ആ പൂച്ച അവിടെ തന്നെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ ഉണ്ടായിരുന്ന പൂച്ചയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ പൂച്ചയും അദ്ദേഹം നിരവധി പൂച്ചകൾക്ക് അദ്ദേഹം ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പൂച്ചകളിൽ പലതിനെയും വിവിധ ആളുകൾക്കൊക്കെ അവർക്ക് ആ പൂച്ചയെ നൽകാൻ സാധിച്ചു. പക്ഷേ ഉനോ മാത്രം അവരുടെ കയ്യിൽ നിന്നും പോയില്ല. അങ്ങനെ ഉനോയും അപ്പോൾ ഈ ബെല്ലയുടെയും മില്ലിയുടെയും ഒപ്പം ഉനോയിനെയും കൂട്ടി അവർ കൊണ്ടുവരികയായിരുന്നു. മറ്റ് 2 നായ്ക്കൾ അവിടെ തന്നെയുള്ള ഇന്തോനേഷ്യയിൽ തന്നെ അവരുടെ അയൽവക്കത്തുണ്ടായിരുന്ന ഏതാനും കുറച്ച് ആളുകളുടെ നായ്ക്കളായിരുന്നു. നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഒരു സ്നേഹത്തിന്റെ കാഴ്ച.